ഹായ് ഓൾ. നിങ്ങളുടെ കുട്ടിക്ക് OCD ഉണ്ടോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആദ്യം എന്താണ് OCD എന്ന് നോക്കാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതായത് നമ്മുടെ മനസ്സിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് OCD ആയിട്ട് കണക്കാക്കാം. അതായത് പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയാവോ എന്നൊക്കെയുള്ളൊരു പേടി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നുള്ളൊരു പേടി, എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ തിരിച്ച് അവിടെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി, നമ്മൾ റിപ്പീറ്റഡായിട്ട് അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. എന്നിട്ട് പിന്നെയും നമ്മളത് പോയി നോക്കും, അത് അവിടെ ഉണ്ടോ, അത് അവിടെ നിന്ന് ആരെങ്കിലും എടുത്ത് മാറ്റിയോ, അല്ലേ? അതേപോലെ നമ്മളുടെ കുട്ടികൾക്കും അങ്ങനെയുള്ള ചിന്തകൾ വരാം. എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളിൽ ഈ ഒരു OCDയുടെ ലക്ഷണങ്ങളുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ചില കുട്ടികൾ കാണുന്നില്ലേ, അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് സ്കൂളിൽ പോകണോ അമ്മ, അല്ലെങ്കിൽ ടീച്ചറോട് എന്തെങ്കിലും ഒരു പേടി, അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു പേടി, സേഫ് ആണോ എന്നുള്ളൊരു പേടി, അങ്ങനെ ചില കുട്ടികളിലുണ്ടാവും. അതിങ്ങനെ റിപ്പീറ്റഡായിട്ട് അവർ തോട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അവർ പറയുകയും ചെയ്യും നമ്മളോട്, ഇന്ന് സ്കൂളിൽ പോകണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാവും, പക്ഷേ അവർക്ക് സേഫ് ആണ് എന്ന് അവർക്ക് തോന്നുന്നില്ല. അതേപോലെ ചില കുട്ടികൾ കാണുന്നില്ലേ, നമ്മൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതൊന്ന് ഓക്കെ അല്ല, അവിടെ കുറച്ചും കൂടെ ഒന്ന് മാച്ച്, കുറച്ചും കൂടെ ഒന്ന് വൃത്തിയിൽ എഴുതാം എന്നിങ്ങനെ അവർക്ക് ഇങ്ങനെ തോന്നും. ഇവരുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അവരിങ്ങനെ ഇറേസ് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ റിപ്പീറ്റഡായിട്ട് എഴുതും, പിന്നെ ഇറേസ് ചെയ്യും, പിന്നെ എഴുതും. അങ്ങനെയാണ് അവരുടെ ആ ഒരു റൊട്ടീൻ ഉണ്ടാവുക. അതുപോലെ ചില കുട്ടികൾ കാണാം, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ കൈ ഒന്ന് എവിടെയെങ്കിലും തട്ടി, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുക, നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മൾ ഒരു 3-4 പ്രാവശ്യം മുട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി വരാൻ പോകുന്ന കാര്യം നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മൾ കുറേ പ്രാവശ്യം ടാപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ഒരു 3 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഓക്കെയാണ്, ഇന്നത്തെ ലൈഫ് നമ്മളുടെ ഓക്കെയാണ് എന്നുള്ളൊരു തോന്നൽ ആ ചെറിയ കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാരിലാണെങ്കിലും അതുണ്ടാവും. അങ്ങനെ ഒരു തോന്നൽ മനസ്സിലേക്ക് വരും. അതേപോലെ ചില ആൾക്കാർ കാണാം, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, അതേപോലെ കുട്ടികളിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അമ്മേനോട് ചോദിക്കും, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, നമ്മളിപ്പം എന്തെങ്കിലും സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അമ്മ അതവിടെ വെച്ചോ, അല്ലെങ്കിൽ ഇവർക്കത് ഉറപ്പായിരിക്കില്ല, എന്നിട്ട് അവർ പോയി നോക്കും അതങ്ങനെ വെച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള. വലിയ ആൾക്കാരാണെങ്കിലോ നമുക്കറിയാം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇവരിടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡോർ ലോക്ക് ചെയ്തോ എന്നിങ്ങനെ നോക്കും, അല്ലേ? എത്ര പ്രാവശ്യം പോയി നോക്കിയാലും അവർക്കത് ഓക്കെ ആയിട്ട് തോന്നില്ല, അവർ തിരിച്ചു വന്ന് കിടക്കും, പിന്നെയും പോയി നോക്കും. അതൊക്കെ വലിയ ആൾക്കാരിൽ കാണുന്ന OCD ലക്ഷണമാണ്. ഇതൊന്നും കുട്ടികൾ അങ്ങനെ പ്രകടമാകാറില്ല, പക്ഷേ കുട്ടികളിൽ ചെറിയ രീതിയിൽ നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ചില കുട്ടികളിൽ ഇതിൻ്റെയൊക്കെ തുടക്കം ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടോ എന്നുള്ളത്. അത് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. CBT നമ്മുടെ ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് കുട്ടികളിൽ റിപ്പീറ്റഡായിട്ട് വരുന്ന ചിന്തകളും അതിനനുസരിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തികളും നമുക്കൊന്നിങ്ങനെ മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഓരോ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ഒരു ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ആ ഒരു ചിന്തകൾ വരുന്നതൊക്കെ ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികളിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. താങ്ക് യു.